പ്രിയ ഭക്തജനങ്ങളെ, വിനീതമായ നമസ്കാരം. വിടുതി പുല്ലകുടയ പെരുമാൾ ദേവീക്ഷേത്രത്തിലെ 14ാമത് പ്രതിഷ്ഠാവാർഷികത്തോടനുബന്ധിച്ച് നമ്മൾ നടത്താൻ നിശ്ചയിച്ചിരിക്കുന്ന സഹസ്രകലശവും വിവിധമായിരിക്കുന്ന താന്ത്രിക ആചാരാനുഷ്ഠാനങ്ങളും ഈ മാസം 21-ാം തീയതി വൈകുന്നേരം ആചാര്യവരണത്തോടുകൂടി ആരംഭിക്കുന്നു. ആചാര്യവരണത്തോട് ആരംഭിക്കുന്നതായ സഹസ്രകലശ ചടങ്ങുകൾ ഭഗവതിയമ്മയുടെ എല്ലാവിധമായിരിക്കും ചൈതന്യവർദ്ധനവിന് വേണ്ടിയും എല്ലാ കുടുംബാംഗങ്ങൾക്കും കുടുംബബന്ധീയനങ്ങൾക്കും ഭക്തജനങ്ങൾക്കും ദേശീയജനങ്ങൾക്കും സർവ്വവിധമായിരിക്കുന്ന ഐശ്വര്യവും അഭിവൃദ്ധിയും ഉണ്ടാകുന്നതിന് ഏറ്റവും അത്യുത്തമമായി വിധിച്ചിരിക്കുന്ന ക്രിയയാകും. ആയാത് വർണ്ണശീഘ്ര പ്രാണിനാം പ്രാണരക്ഷക അതുല്യ ബലവാനത്ര സർവദുഷ്ടപ്രശാന്തയെ. സർവ്വജീവജാലങ്ങളുടെയും ജീവൻ നിലനിൽക്കണമെങ്കിൽ, പ്രാണൻ നിലനിൽക്കണമെങ്കിൽ ജലം ആവശ്യമാണ്. അതുപോലെ പ്രപഞ്ചത്തിൽ അന്തർലീനമായി ചേരുന്നതായിരിക്കുന്ന എല്ലാ അധർമ്മങ്ങളും ഇല്ലാതെയായി ധർമ്മം പുനഃസ്ഥാപിക്കണമെന്നുണ്ടെങ്കിൽ ഈശ്വര കടാക്ഷം അത്യന്താപേക്ഷിതമാണ്. എവിടെയാണോ ധർമ്മത്തിന് ഗ്ലാനി സംഭവിക്കുന്നത് അവിടെ ധർമ്മത്തെ പുനഃസ്ഥാപിക്കുവാൻ ഭഗവാന്റെ തിരുസാന്നിധ്യം എത്തിച്ചേരുന്ന അതിനുള്ള ഉപാധികളിൽ ശ്രേഷ്ഠമാണ് ഈശ്വര ആരാധനയും ഭക്തിയും നിറവാർന്നിരിക്കുന്ന അനുഷ്ഠാനങ്ങളും. നമ്മുടെ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാവാർഷിക ചടങ്ങുകളുടെ ഭാഗമായി ഈ വർഷം നമ്മൾ 108 നാളികേരത്തിൻ്റെ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, ത്രികാലമായിരിക്കുന്ന ഭഗവത് സേവ, ത്രികാലമായിരിക്കുന്ന മുളപൂജ, മഹാമൃത്യുഞ്ജയ ഹോമം, സുദർശന ഹോമം, സുഹൃതഹോമം, മുറജപം, നവഗ്രഹ പൂജ, നവഗ്രഹശാന്തി ഹോമം, മഹാശ്രീചക്ര പൂജ, ദ്വാദശനാമ പൂജ തുടങ്ങിയിരിക്കുന്ന വിവിധങ്ങളായിരിക്കുന്ന അനുഷ്ഠാനങ്ങളോടും ചതുശുദ്ധി, ധാര, പഞ്ചകം, പഞ്ചഗവ്യം തുടങ്ങിയിരിക്കുന്ന ശുദ്ധി കലശങ്ങളോടും ബിംബശുദ്ധി കലശങ്ങളോടും കൂടി സഹസ്രകലശത്തിൻ്റെ ക്രിയകളിലേക്ക് എത്തിച്ചേരുന്നു. സഹസ്രകലശം എന്നത് പകരം വയ്ക്കാൻ മറ്റൊന്നില്ലാത്ത അത്രയും വലിയ ഒരു അനുഷ്ഠാനമാണ്. തന്ത്രക്രിയയിലെ അതിപ്രാധാന്യമർഹിക്കുന്നതായ ക്രിയാപദ്ധതികൾ അതിനകത്ത് അടക്കം ചെയ്ത് വെച്ചിരിക്കുന്നു. 1000 തീർത്ഥസ്നാനത്തിന് സമമാണ് ഒരു സഹസ്രകലശ ദർശനമെന്നാണ് പറയുന്നത്. ഒരേ സമയം ഒരേ വേദിയിൽ 1000 തീർത്ഥങ്ങളെ ഒന്നിച്ച് കാണാൻ കിട്ടുന്ന ഏറ്റവും മഹത്തായിരിക്കുന്ന ധന്യമുഹൂർത്തമാണ് സഹസ്രകലശം എന്നത്. അനേക ജന്മങ്ങളുടെ പുണ്യം ഒത്തുചേരുമ്പോഴാണ് ഒരു സഹസ്രകലശത്തിൽ പങ്കാളിയാകാൻ സാധിക്കുന്നത്. ജന്മജന്മാന്തരങ്ങളുടെ സുഹൃതമാണ് ഒരു സഹസ്രകലശം അനുഷ്ഠിക്കാൻ പറ്റുന്നത്. അതിൻ്റെ ഭാഗഭാക്കായി ചേരുവാൻ സാധിക്കുന്നത് പോലും നമുക്ക് ഏറ്റവും ഉയരങ്ങളിലേക്ക് എത്തുവാനുള്ള ചവിട്ടുപടിയായി മാറുന്നു. എല്ലാത്തിൽ വെച്ചിട്ടും ശ്രേഷ്ഠമായ ഗുരുതത്വത്തെ വിശേഷിപ്പിക്കുന്നത് പോലെ അതീവ ശ്രേഷ്ഠമായിരിക്കുന്ന ശ്രീചക്ര പൂജയും ഇതിൽ ചെയ്യപ്പെട്ടിരിക്കുന്നു. മഹാശ്രീചക്ര പൂജ അതിൻ്റെ എല്ലാവിധമായിരിക്കുന്ന അനുഷ്ഠാനത്തോടും കൂടി ആചരിക്കുകയാണ്. നവഗ്രഹ പൂജയും അതുപോലെ തന്നെ ശ്രേഷ്ഠമായി പറയപ്പെടുന്നതാണ്. മനുഷ്യ ശരീരത്തിലെ മൂലാധാരം തുടങ്ങിയുള്ള എല്ലാ ആധാരങ്ങളെയും വർണ്ണിച്ചുകൊണ്ടാണ് ഒരു നവഗ്രഹ പൂജ നടക്കുന്നത്. ആധാരേ പ്രഥമേ സഹസ്രകിരണം താരാദിവം സ്വാശ്രയേ മാഹേയം മണിപുരകേ ഹൃതിപദം കണ്ടേജ വാചസ്പതിം ഭ്രൂമധ്യേ ഭൃഗനന്ദനം ദിനമണേ പുത്രൻ ത്രികൂടസ്ഥലേ നാഡീ മർമ്മസുരാഹുകേതുകുളിയാൻ നിത്യം നമാമ്യായുഷേ.
ഇങ്ങനെ മൂലാധാരം തുടങ്ങിയ സഹസ്രാര പത്മം വരെ എത്തുന്നതായിരിക്കുന്ന ആധാരങ്ങളെ ശ്രീകൃതമായിരിക്കുന്ന സർവത്തിനെയും ചേർത്തിട്ട് നവഗ്രഹങ്ങളുടെ സ്ഥാനത്തെ വിധിച്ചിരിക്കുന്നു. ഇതിൽ ഓരോ ഗ്രഹങ്ങളും പ്രസാദിക്കുമ്പോൾ നമുക്ക് എന്തെല്ലാം ഉണ്ടാകുന്നു എന്നും കൂടെ പറയപ്പെട്ടിരിക്കുന്നു. ആരോഗ്യം സവിതാവ്, അതായത് ആദിത്യൻ പ്രസാദിക്കുമ്പോഴാണ് നമുക്ക് ആരോഗ്യമുണ്ടാകുന്നത്. തനോത് ഭവതാം ഇന്ദുർ യശോ നിർമ്മലം, സൽകീർത്തി ഉണ്ടാകുന്നതും നൈർമല്യം വന്നു ചേരുന്നതും മനസ്സിന് സന്തോഷമുണ്ടാകുന്നതും ചന്ദ്രൻ പ്രസാദിക്കുമ്പോഴാണ്. ഭൂമിസുത, ഭൂമിയെ ലാഭങ്ങൾ ഉണ്ടാകുന്നതെല്ലാം ചൊവ്വ പ്രസാദിക്കുമ്പോഴാണ്. സുധാംശുതനയ പ്രജ്ഞാം, സുധാംശുതനയൻ അതായത് ബുധൻ പ്രസാദിക്കുമ്പോഴാണ് പ്രജ്ഞ ഉണ്ടാകുന്നത്. ഗുരും ഗൗരവം, നമ്മുടെ ജീവിതത്തിൽ ഗൗരവം എന്നത് വന്നു ചേരുന്നത് വിദ്യാഭ്യാസത്തിൻ്റെ ഉന്നതിയിലേക്ക് എത്തിപ്പെടാൻ സാധിക്കുന്നത് വ്യാഴം പ്രസാദിക്കുമ്പോഴാണ്. കാവ്യ കോമള വാഗ്വിലാസമധുരം, കാവ്യങ്ങൾ രചിക്കുവാനും പാട്ടുപാടുവാനും കലാവാസനകൾ പ്രകടിപ്പിക്കാനും സാധിക്കുന്നത്, കലാപരമായിരിക്കുന്ന എല്ലാ കാര്യങ്ങളും വന്നു ചേരുന്നതും സർവാഭിഷ്ടങ്ങൾ സാധിച്ചു കിട്ടുന്നതും ശുക്രൻ പ്രസാദിക്കുമ്പോഴാണ്. മന്ദോർ മുതസ്സർവത, ശനി പ്രസാദിക്കുമ്പോഴാണ് വാതരോഗങ്ങളാൽ പിടിപെടാതെ ആരോഗ്യം സംരക്ഷിക്കപ്പെടുന്നത്, ശരീരത്തെ സംരക്ഷിക്കപ്പെടാൻ പെടുന്നത്. രാഹു ബാഹുബലം, വിരോധശമനം, രാഹു പ്രസാദിക്കുമ്പോഴാണ് നമ്മുടെ കൈകാലുകൾക്ക് ബലമുണ്ടാകുന്നത്, പരസ്പരമുള്ള വൈരാഗ്യങ്ങൾ ഇല്ലാതെയാകുന്നു, വിരോധശമനം, വിരോധമില്ലാതാകുന്നു. കേതു കുലസ്യോന്നതിയും, കേതു പ്രസാദിക്കുമ്പോൾ കുലത്തിന് അഭിവൃദ്ധിയും ഉണ്ടാകുന്നു. ഇങ്ങനെ രാഹുകേതുക്കളുടെ അനുഷ്ഠാനങ്ങളും എല്ലാം നടത്തപ്പെടുന്നു. സൂര്യ നവഗ്രഹങ്ങളുടെ പ്രത്യേകമായിട്ടുള്ള പൂജകളും അതിൻ്റെ ഹോമവിധാനങ്ങളും സവിസ്തരം ചെയ്യപ്പെടുന്നു. അതേപോലെ മഹാമൃത്യുഞ്ജയ ഹോമം തീവ്രജ്വരേ തീവ്രാഭിചാരേ സ്വന്മാതകേ ദാഹൃതേജമോഹയെ കരോതി ശാന്തി നദിരേണ കുരിയാൽ സഞ്ജീവനാഞ്ചഷ്ടസഹസ്രസംഖ്യ. ഒരു മഹാമൃത്യുഞ്ജയ ഹോമം എന്ന് പറയുന്നത് 1008 സംഖ്യ അനുഷ്ഠിക്കപ്പെടുന്നതാണ്. ഈ 1008 സംഖ്യ എന്നത് ഏറ്റവും ശ്രേഷ്ഠമായി വിധിച്ചിരിക്കുന്ന ഒരു ജപസംഖ്യയാകുന്നു. അങ്ങനെ 7 കൂട്ടം ദ്രവ്യങ്ങളുടെ നമ്മുടെ മനുഷ്യ ശരീരത്തിലെ സപ്തധാതുക്കളുടെ പ്രതീകമായിട്ട് 7 കൂട്ടം ദ്രവ്യങ്ങളെ അതിൽ പ്രത്യേകമായി എടുത്ത് മഹാമൃത്യുഞ്ജയ മന്ത്രം ജപിച്ചുകൊണ്ട് ഹോമാഗ്നിയിൽ യജനം ചെയ്യപ്പെടുന്നു. അസൃക് മാംസ രുദ്രമേതോ മജ്ജ അസ്ഥി ശുക്ലാനുദാതഭ, ശരീരത്തിലെ സപ്തധാതുക്കളായിരിക്കുന്ന ത്വക്ക് തുടങ്ങിയിരിക്കുന്ന എല്ലാ ധാതുക്കളെയും, ത്വക്ക്, ചർമ്മം, മാംസം, രുദ്രം, മേധസ്, മജ്ജ, അസ്ഥി, ശുക്ലം തുടങ്ങിയിരിക്കുന്ന 7 ധാതുക്കളുടെ പ്രതീകങ്ങളായിട്ട് അമൃതവള്ളി, പേരാൽമുട്ട്, എള്ള്, കറുക, പാല്, പാൽപ്പായസം, നെയ്യ്, ഇങ്ങനെ 7 കൂട്ടം ദ്രവ്യങ്ങളെ അതാത് ക്രമം തെറ്റാതെ മന്ത്രജപത്തോടുകൂടി അഗ്നിയിൽ യജനം ചെയ്യപ്പെടുന്നു. അങ്ങനെ മഹാമൃത്യുഞ്ജയ ഹോമം അതിൽ പറയുന്ന ഏറ്റവും ശ്രേഷ്ഠമാണ്. എപ്രകാരേണയാണോ പാകമായിരിക്കുന്ന ഒരു കർക്കരി, അത് വെള്ളരിക്ക, അതിൻ്റെ ഞെടുപ്പിൽ നിന്നും പാകമായി വിട്ടുപോകുന്നത് പോലെ, ആ ഞെടുപ്പിൽ നിന്നും വിട്ടുപോകുന്നത് പോലെ അനായാസേന മരണം ദയാദൈന്യേന ജീവിതം, നന്നായി ജീവിച്ച് നന്നായി മൃത്യു പ്രാപിക്കുക. അതേപോലെ ഒരു വെള്ളരിക്ക എപ്രകാരേണയാണോ അതിൻ്റെ ഞെടുപ്പിൽ തന്നെ കിടന്ന പാകമായി അത് ആ ഞെടുപ്പിൽ നിന്നും ബന്ധം അറ്റുപോകുന്നത്, അതേപോലെ അമ്മയുടെ ഉദരത്തിൽ ജാതമാകുന്ന സമയം മുതൽ ഒരു കുഴപ്പവും കൂടാതെ ഭംഗിയായി കാത്തു സംരക്ഷിക്കപ്പെട്ട് ഈശ്വരൻ നമ്മളെ കാത്തുരക്ഷിച്ച് ബാല്യവും കൗമാരവും യൗവനവും വാർദ്ധക്യവും ഭംഗിയായി കടന്നുപോയി അന്ത്യകാലം സുഖമായി മരണത്തെ പ്രാപിച്ച് മോക്ഷം നേടുക. അതിനായി മഹാമൃത്യുഞ്ജയം ആരോഗ്യം പൂർണ്ണമായി നിലനിൽക്കുന്നതിന് മഹാമൃത്യുഞ്ജയം അനുഷ്ഠിക്കുന്നു. തുടർന്ന് ത്രികാലമായിരിക്കുന്ന ഭഗവത് സേവ, ആപത്ത് കിം കരണീയം കരധരണയുഗം അമ്പായ, ആപത്തിൽ നിന്ന് രക്ഷ നേടുവാനായി എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ കരചരണങ്ങളാൽ അമ്പയെ സേവ ചെയ്യുക, അമ്മയെ സന്തോഷിപ്പിക്കുക, പൂജ കഴിക്കുക, പ്രാർത്ഥിക്കുക, അനുഷ്ഠിക്കുക, ആചരിക്കുക എന്നതാണ് പറയപ്പെട്ടത്. അപ്പം അങ്ങനെയുള്ള ത്രികാലമായിരിക്കുന്നത് 3 നേരങ്ങളിലായി, രാവിലെ, ഉച്ചയ്ക്ക്, വൈകുന്നേരം, ഇങ്ങനെ 3 നേരങ്ങളിലായി പൂജ അനുഷ്ഠിക്കുന്നു. സഹസ്രനാമം ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന ലളിതാ സഹസ്രനാമം കൊണ്ട്
സ്തുതിച്ച് പ്രാർത്ഥിച്ച് അർച്ചനയോടുകൂടി സമർപ്പിക്കുന്നു. വിശിഷ്ടങ്ങളായിരിക്കുന്ന പൂജകളോടുകൂടി നടത്തപ്പെടുന്ന മഹാസുദർശന ഹോമം എല്ലാ ആപത്തുകളിൽ നിന്നും എല്ലാ ദുരിതങ്ങളിൽ നിന്നും നമ്മളെ വേർപിടിക്കുന്നതിന് വേണ്ടിയുള്ള മഹാസുദർശന ഹോമം വൈഷ്ണവ ചൈതന്യം കൊണ്ട്, അഗ്നിസ്ഫുരണങ്ങളായിരിക്കുന്ന വൈഷ്ണവ ചൈതന്യം കൊണ്ട് എല്ലാ ആപത്തുകളെയും നീക്കം ചെയ്ത് ആരോഗ്യവും ആയുസ്സും വർദ്ധിക്കുന്നതിന് വേണ്ടി ചെയ്യുന്നു. പരസ്പര ഐക്യതയും ദമ്പതിമാർ തമ്മിൽ സന്തോഷപൂർണ്ണമായിരിക്കും ജീവിതമുണ്ടാകുന്നതിനും സന്താന സൗഭാഗ്യത്തോടുകൂടി ജീവിക്കുന്നതിനും വേണ്ടിയുള്ള ലക്ഷ്മീനാരായണ പൂജ അതിവിശിഷ്ടമായി പറയപ്പെട്ടിരിക്കുന്നു. പിതൃക്കന്മാരുടെ മോക്ഷത്തിനായിട്ട് നമ്മളെ ജീവൻ നൽകി നമ്മളെയെല്ലാം പരിപാലിച്ച നമ്മുടെ മുൻ തലമുറക്കാരെ, നമ്മുടെ മാതാപിതാക്കൾ മരണപ്പെട്ടു പോയിട്ടുള്ള എല്ലാ ആത്മാക്കൾക്കും ശാന്തി ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടുള്ള തിലഹോമം, സായുജ്യ പൂജ, ദ്വാദശനാമ പൂജ തുടങ്ങിയിരിക്കുന്ന വിഷ്ണു സഹസ്രനാമ മന്ത്രജപം തുടങ്ങിയിരിക്കുന്ന അതിവിശിഷ്ടങ്ങളായിരിക്കുന്ന അനുഷ്ഠാനങ്ങൾ ചെയ്യുന്നു. സുഹൃതം വർദ്ധിച്ച് സർവാഭിഷ്ടം കൈവരിക്കുന്നതിന് വേണ്ടി സുഹൃതഹോമം ചെയ്യപ്പെടുന്നു. ദിവ്യ ചൈതന്യം എല്ലായിടത്തും പരന്നൊഴുകി സമസ്ത ജരാജനങ്ങൾക്കും നന്മയുണ്ടാകുന്നതിന് വേണ്ടിയിട്ടും ദേശവും ദേശവാസികളും സമസ്ത ജനങ്ങൾക്കും എല്ലാവിധമായിരിക്കുന്ന ഐശ്വര്യം അഭിവൃദ്ധി ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് അവിടെ മുറജപങ്ങളും സഹസ്രകലശമെന്ന അതിവിശിഷ്ടമായ ആചാരവും നടത്തുന്നു. പ്രപഞ്ചത്തിൽ 3 തരത്തിലുള്ള ശരീരങ്ങളുണ്ട്: സ്ഥൂലം, സൂക്ഷ്മം, കാരണം. ഒരു ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം സ്ഥൂല ശരീരം എന്ന് പറയുന്നത് ക്ഷേത്രഭൂമിയാകുന്നു. അതിനായി ആദ്യമേ തന്നെ ക്ഷേത്രത്തിൻ്റെ ഭൂമി വാസ്തുബലി, വാസ്തുപൂജ, വാസ്തുഹോമം, രക്ഷോഗ്നഹോമം, വാസ്തുബലി, വാസ്തുകലശം, വാസ്തുപുണ്യാഹം എന്നീ ക്രിയാദികൾ നടത്തപ്പെടുന്നു. തുടർന്ന് സൂക്ഷ്മ ശരീരമായിരിക്കുന്ന ക്ഷേത്രത്തെ, ശ്രീകോവിലിനെ ശുദ്ധീകരിക്കുന്നതായ ക്രിയ നടത്തുന്നു. പ്രാസാദശുദ്ധി എന്ന് പറയുന്ന ക്രിയ. അതിനുശേഷം കാരണശരീരമായിരിക്കുന്ന ബിംബത്തെ ശുദ്ധീകരിക്കുന്ന ബിംബശുദ്ധി, കലശാഭിഷേകങ്ങൾ, ശതശുദ്ധി, ധാര, പഞ്ചകം, പഞ്ചഗവ്യം തുടങ്ങിയിരിക്കുന്ന കലശങ്ങളാടുന്നു. ഇങ്ങനെ നാനാപ്രകാരേണയുള്ളതായിരിക്കുന്ന ശുദ്ധിക്രിയാദികൾ അനുഷ്ഠിച്ചിട്ടാണ് ഒരു സഹസ്രകലശമെന്ന അതിവിശിഷ്ടമായിരിക്കുന്ന ക്രിയയിലേക്ക് എത്തിച്ചേരുന്നത്. അങ്ങനെ ആ ക്രിയയിലേക്ക് എത്തിച്ചേരുമ്പോൾ അതിൻ്റെ ഭാഗഭാക്കായി എല്ലാ ഭക്തജനങ്ങളും, എല്ലാ ദേശവാസികളും, എല്ലാ കുടുംബജനങ്ങളും, എല്ലാ കുടുംബബന്ധുജനങ്ങളും അവരവരുടെ കഴിവനുസരിച്ചുള്ള യഥാശക്തി വഴിപാടുകളും നടത്തി പ്രാർത്ഥനാപൂർവം എല്ലാ കാര്യങ്ങളും മംഗളകരമായി നടത്തി കിട്ടുവാൻ പ്രാർത്ഥനാപൂർവം ഭഗവതി അമ്മയുടെ പുണ്യഭൂമിയിൽ ഉണ്ടാകണമെന്ന് ദേവീനാമത്തിൽ അഭ്യർത്ഥിക്കുന്നു. എല്ലാവിധമായിരിക്കുന്ന നന്മയും എല്ലാവർക്കും അനുസ്യൂതം ലഭിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.